തർക്കങ്ങളിലും ആശയക്കുഴപ്പങ്ങളിലും കുടുങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിലും അണികളിലും അതൃപ്തി പുകയുന്നു. ഇടതുമുന്നണി പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടെന്നാണ് ആക്ഷേപം. ഇടതുമുന്നണി ആദ്യമേ കളത്തിലിറങ്ങി. ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വന്നു. പക്ഷേ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. സിറ്റിംഗ് എംപിമാരിൽ പലരും സുരക്ഷിതരല്ല. വയനാട് രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ പകരം ആര്? സുധാകരന്റെ പിന്മാറ്റം ഹൈക്കമാൻഡ് അംഗീകരിക്കുമോ? ഇങ്ങനെ അനിശ്ചിതത്വത്തിന്റെ നടുവിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നതിൽ വലിയ അതൃപ്തി ഘടകകക്ഷികൾക്കുമുണ്ട്. ഒപ്പം അണികളും വലിയ പ്രതിഷേധത്തിലാണ്. കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരം സിറ്റിംഗ് എംപിമാരിൽ പലരെയും മാറ്റണം. പക്ഷേ ഇനി അവസാനഘട്ടത്തിൽ ഒരു മാറ്റം വലിയ പൊട്ടിത്തെറിക്ക് ഇടവയ്ക്കുമെന്ന് നേതൃത്വത്തിന് നന്നായി അറിയാം. കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരം പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയാണ് ഏറ്റവും മോശം പ്രകടനം നടത്തിയ എം.പി. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ 7 തവണ എം.പി. ആയതിനാൽ അവിടെയും മാറ്റം വേണമെന്നാണ് ആവശ്യം. ആലത്തൂരിലും സിറ്റിംഗ് എംപിക്കെതിരെ പൊതുവികാരം ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതിനിടയിലാണ് മത്സരിക്കാനില്ലെന്ന് സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചത്. ഫലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കുഴഞ്ഞ് മറിയുകയാണ്. ഇടതുമുന്നണി ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവർ ആദ്യഘട്ട പ്രവർത്തനത്തിലുമാണ്. ബി.ജെ.പി. അവരുടെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തന രംഗത്തേക്ക് വന്നു. എന്നിട്ടും കോൺഗ്രസിന് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകുന്നില്ല. അതിലെ അതൃപ്തി കോൺഗ്രസിലെ അണികളിലും ശക്തമായി തുടരുകയാണ്. ക്യാമറമാൻ അജിത് കാരോടിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്.